എല്ലാ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്കർമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട്, വോൾട്ടേജ്, ആംപിയർ, വാട്ട്സ് എന്താണ് എന്നുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേർക്കും അറിവുള്ള കാര്യമായിരിക്കും കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ അഥവാ ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയാണ് കറണ്ട് എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ? അതിനെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ആറ്റത്താൽ നിർമ്മിതമാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ തന്മാത്ര അഥവാ പരമാണു. ഈ ആറ്റത്തിനകത്ത് അതിൻ്റെ ഉപഗണങ്ങളായ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ആ ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ന്യൂക്ലിയസിന് പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇലക്ട്രോണുകൾ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ന്യൂക്ലിയസിന് പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇലക്ട്രോണുകൾ. ഈ ഇലക്ട്രോണുകളെ നമുക്ക് വേഗത്തിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഈ ഇലക്ട്രോണുകളെ മൂവ് ചെയ്യിച്ചാണ് എനർജി അഥവാ കറണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണുകളെ പ്രവഹിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതിനെ സാങ്കേതിക ഭാഷയിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ EMF എന്നും പറയുന്നു. ഒരു ചാലകത്തിനകത്ത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏത് രൂപത്തിലാണ് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ അനിമേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇതിലേക്കൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രൂപത്തിലാണ് ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നത് എന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രവാഹത്തെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അലസാന്ദ്രോ വോൾട്ട എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് ആവിഷ്കരിച്ചത്. അതിനാൽ അത് വോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1000 മില്ലി വോൾട്ടാണ് ഒരു വോൾട്ട് എന്ന് പറയുന്നത്. 1000 വോൾട്ട് എന്ന് പറയുന്നത് 1 കിലോ വോൾട്ട്. 1000 കിലോ വോൾട്ട് 1 മെഗാ വോൾട്ട്. കറണ്ടിനെ അളക്കുന്ന അഥവാ കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ എന്ന് പറയുന്നത്. ആന്ത്രാമേരി ആംപിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആംപിയർ ആവിഷ്കരിച്ചത്. 1000 മൈക്രോ ആംപിയർ ആണ് 1 മില്ലി ആംപിയർ എന്ന് പറയുന്നത്. 1000 മില്ലി ആംപിയർ 1 ആംപിയർ. ഇനി വാട്ട്സ് എന്ന് പറയുന്നത് ഒരു ഉപകരണത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് വാട്ട്സ്. കറണ്ടിൻ്റെയും വോൾട്ടിൻ്റെയും ആകെത്തുകയാണ് വാട്ട്സ്. ജെയിംസ് വാട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് വാട്ട്സ് ആവിഷ്കരിച്ചത്. 1000 മില്ലി വാട്ടാണ് 1 വാട്ട് എന്ന് പറയുന്നത്. 1000 വാട്ട് 1 കിലോ വാട്ട്. 1000 കിലോ വാട്ട് 1 മെഗാവാട്ട് എന്നും അറിയപ്പെടുന്നു. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് 2 അഡാപ്റ്ററിൻ്റെ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ടാവും. ഒരെണ്ണത്തിൽ വോൾട്ട് എഴുതിയിട്ടുണ്ട്, ആംപിയർ എഴുതിയിട്ട്, വാട്ട്സ് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് വോൾട്ടും ആംപിയറും മാത്രം എഴുതിയിട്ടുള്ളൂ, വാട്ട്സ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് P എന്ന് പറഞ്ഞാൽ വാട്ട്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, V എന്ന് പറഞ്ഞാൽ വോൾട്ട്. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ P, അതായത് പവർ, I × V, കറണ്ട്, വോൾട്ട്. അപ്പോൾ വോൾട്ടിനെ കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ വാട്ട്സ് നമുക്ക് കിട്ടണം. ഇനി കറണ്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ടിനെ വോൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറണ്ട് നമുക്ക് കിട്ടണം. ഈ വോൾട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട്സിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വോൾട്ട് ഇവിടെ കിട്ടണം. അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് ഇത് ശരിയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റർ ഇവിടെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ വാട്ട്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I × V. I എന്ന് പറഞ്ഞത് കറണ്ട്, V എന്ന് പറഞ്ഞത് വോൾട്ട്. അപ്പോൾ വോൾട്ട് 19.5 വോൾട്ട് 19.5 × 3.34 ആംപിയർ. 3.34 ആംപിയർ സമം 65 വാട്ട്. ഇവിടെ 65 വാട്ട് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ കാര്യം നോക്കാം. ഈ അഡാപ്റ്റർ വാട്ട്സ് എഴുതിയില്ല. അതിൻ്റെ വാട്ട്സ് ഇട്ടൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതേ ഫോർമുല ഉപയോഗിക്കാം. I × V. I എന്ന് പറഞ്ഞത് 4.74, V എന്ന് പറഞ്ഞത് 19 വോൾട്ട്. അപ്പോൾ 19 × 4.74 സമം 90 വാട്ട്. അപ്പോൾ ഈ അഡാപ്റ്റർ 90 വാട്ടിൻ്റെ അഡാപ്റ്റർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇത് 90 വാട്ട് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഈ ഒരു ഫോർമുലയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അതായത് ഇതിൻ്റെ ആംപിയർ കണ്ടെത്താൻ വേണ്ടിയിട്ട് വാട്ട് ഡിവൈഡ് ബൈ വോൾട്ട്. അപ്പോൾ ഇത് ഈ 4.7 നമുക്ക് കൂടെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വാട്ട് നമുക്ക് കിട്ടിയത് 90 വാട്ടാണ്. 90 വാട്ട് ഡിവൈഡഡ് ബൈ വോൾട്ട്, 19 വോൾട്ട്. സമം 4.73, അതായത് 4.74 ആംപിയർ. അത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ വോൾട്ട് 19 വോൾട്ട് കറക്റ്റായിട്ട് കിട്ടണം, അതൊന്ന് നമുക്ക് നോക്കാം. അപ്പം 90 എന്ന് പറയുന്നത് വാട്ട് ഡിവൈഡഡ് ബൈ കറണ്ട് 4.74 ഡിവൈഡഡ് ബൈ 4.74 സമം 18.98 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് 19 വോൾട്ട് കറക്റ്റായിട്ട് അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ രൂപത്തിൽ ഈ ഫോർമുല ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഓരോ ഉപകരണത്തിൻ്റെ വാട്ട്സ്, വോൾട്ട്, ആംപിയറൊക്കെ അളക്കാൻ പറ്റുന്നതാണ്. ഇനി ഏത് ഗുണിക്കണം ഏത് ഹരിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതിനകത്തുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ത്രികോണത്തിനകത്ത് ഈ ലെറ്റർ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് പി നമുക്ക് വാട്ടാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ I × V, ഇനി വോൾട്ടാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ P ഡിവൈഡഡ് ബൈ I, അതായത് വാട്ട് ഡിവൈഡഡ് ബൈ കറണ്ട്. ഇനി കറണ്ടാണ് കണ്ടുപിടിക്കുന്നുണ്ട് P ഡിവൈഡഡ് ബൈ വോൾട്ട്. ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഉപകരണത്തിൻ്റെയും വോൾട്ടും ആംപിയറും കറണ്ടും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും, വാട്ട്സ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.